പ്രിയപ്പെട്ട കുട്ടികളെ, +1 ഇംപ്രൂവ്മെന്റ് മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡൊമൈൻ എങ്ങനെ കണ്ടെത്താം, റേഞ്ച് എന്ന് പറയുന്ന ആശയം എങ്ങനെ കണ്ടെത്താം, ഫംഗ്ഷൻ ആഡ് ചെയ്യുന്നത് എങ്ങനെ, സബ്സ്ട്രാക്ട് ചെയ്യുന്നത് എങ്ങനെ, മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെ, ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെ, അതുമായി റിലേറ്റഡ് ആയിട്ട് നിലനിൽക്കുന്ന ക്വസ്റ്റ്യൻസുകൾ, ഇതൊക്കെയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ബോർഡിൽ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കാം. ഈ ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് പറയുന്നത് എന്താണ്? f(x) എന്ന് പറയുന്നത് x² ആണ്, g(x) എന്ന് പറയുന്നത് 2x + 1 ആണ്. അത് രണ്ട് റിയൽ ഫങ്ഷൻസുകളാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? f + g(x) എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം, f × g(x) എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം. ഇത് കണ്ടെത്തണമെങ്കിൽ അടിസ്ഥാനമായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ f + g(x) എന്ന് പറയുന്നതിനെ f(x) + g(x) എന്ന് പറഞ്ഞ് എഴുതാം. f + g(x) എന്ന് പറയുന്നതിനെ f(x) + g(x) എന്ന് പറഞ്ഞ് എഴുതാം. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, f - g(x) = f(x) - g(x). f × g(x) = f(x) × g(x). f/g(x) = f(x) / g(x), where g(x) ≠ 0. ഇത്തരം ക്വസ്റ്റ്യൻസുകളുടെ ബേസിക് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ബോർഡിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിലെ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ചോദ്യത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരിക. അപ്പം നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് ഒന്ന് തിരിച്ചു വരാം. എങ്ങനെയാണ് അവിടെ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് f(x) തന്നിട്ടുണ്ട്, g(x) തന്നിട്ടുണ്ട്. നമുക്ക് എന്താ വേണ്ടത്? f + g(x) വേണം. f + g(x) അവിടെ എഴുതിയ ആശയപ്രകാരം എന്താണ്? f(x) + g(x). f(x) എന്ന് പറഞ്ഞാൽ എന്താണ്? x² പ്ലസ് g(x) എന്ന് പറഞ്ഞാൽ എന്താണ്? 2x + 1. ആ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? x² + 2x + 1. അപ്പൊ നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? f + g(x) എന്ന് പറയുന്ന ആശയം കണ്ടെത്തൽ കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവുകയാണ്. f × g(x) f × g(x) = എന്താ നമ്മൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്? f(x) × g(x). f(x) എന്ന് പറഞ്ഞാൽ എന്താണ്? x². g(x) എന്ന് പറഞ്ഞാൽ എന്താണ്? 2x + 1. അപ്പൊ അത് രണ്ട് തമ്മിൽ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. x² × 2x + 1. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, if f(x) = modulus x - 3, find its domain and range. Find its domain and range. എന്താണ് ചോദ്യം പറയുന്നത്? ഒരു ഫംഗ്ഷൻ നിങ്ങൾക്കിവിടെ തന്നിട്ടുണ്ട്, മോഡുലസ് x - 3 ആണ്. അതിൻ്റെ ഡൊമൈനും റേഞ്ചും നമ്മൾ എഴുതണം. കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റായിട്ട് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഏത് ഫംഗ്ഷൻ ആയിരുന്നു? ഇതേ ഫംഗ്ഷൻ f(x) = മോഡുലസ് x - 3 തന്നെയായിരുന്നു. അവിടെ നമ്മൾ പറയാത്ത ഒരു കാര്യം ഡൊമൈനും റേഞ്ചുമാണ്. അവിടെ നമ്മൾ ക്വസ്റ്റ്യൻ എഴുതിയതിലുണ്ടായിരുന്നു. അതിൻ്റെ ആൻസർ ആണ് നമ്മളിപ്പോൾ അവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇതിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് ഫംഗ്ഷന്റെയും ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിഫൈൻഡ് ആകുന്ന പോയിന്റുകളുടെ കളക്ഷൻസുകളെയാണ് നമ്മൾ എന്ത് പറയുക? ഡൊമൈൻ എന്ന് പറയുന്നത്.
അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ എക്സിന് നമ്മൾ വാല്യൂസുകൾ കൊടുക്കുമ്പോൾ ഡിഫൈൻഡ് ആകുന്നത് എവിടെയാണോ ആ കൊടുക്കുന്ന എക്സിന്റെ എല്ലാ വാല്യൂസും നമ്മൾ എന്തായിട്ട് പറയും, ഡൊമൈനിൽ ഉൾപ്പെടുത്തും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഡൊമൈൻ എന്ന് പറയുന്ന കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മോഡുലസ് എക്സ് -3 ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഇതില് -3 എല്ലായ്പ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ടാവും. ഈ മോഡുലസ് എക്സ് എന്ന് പറയുന്നതിന്റെ കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മോഡുലസ് എക്സിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഏത് റിയൽ നമ്പർ വേണമെങ്കിലും നമുക്ക് എക്സിന് കൊടുക്കാം. അപ്പോഴൊക്കെ നമുക്ക് മോഡ് എക്സിന് കൃത്യമായ ആൻസർ ഉണ്ടായിരിക്കും. പിന്നെ ഇവിടെ എന്താ ചെയ്യുന്നത്, മോഡുലസ് എക്സിൽ നിന്ന് 3 മൈനസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡൊമൈൻ എന്ന് പറയുന്നതിൽ യാതൊരു കൺഫ്യൂഷന്റെയും ആവശ്യമില്ല. എക്സിന് ഏത് വാല്യൂ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഏത് വാല്യൂ അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, എക്സ് എന്ന് പറയുന്നത് ഏത് റിയൽ നമ്പർ വേണമെങ്കിലും കൊടുക്കാം. അതായത് ഡൊമൈൻ എന്ന് പറയുന്നത് റിയൽ നമ്പർ സെറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി റേഞ്ചിലേക്ക് പോകാം. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സിന് നമ്മൾ ഓരോ വാല്യൂ ഇങ്ങനെ കൊടുക്കും. ഓരോ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് ആൻസറുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ആ ആൻസറുകളുടെ കളക്ഷൻ ആണ് എന്തായിട്ട് വരിക, റേഞ്ച് എന്ന് പറഞ്ഞ ആശയമായിട്ട് വരും. നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത്, കൺസിഡർ ദ ഫംഗ്ഷൻ f of x equal to 2 minus 3x, x belongs to R, x greater than or equal to 0. രണ്ട് സബ് ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്. ഒന്നാമത്തേത് ഫൈൻഡ് ഇറ്റ്സ് റേഞ്ച്. രണ്ടാമത്തെ ചോദ്യം ഡ്രോ ഇറ്റ്സ് ഗ്രാഫ് in the given domain. അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്നാമത്തെ ചോദ്യം എന്താണ്, ഇതിന്റെ റേഞ്ച് കണ്ടുപിടിക്കണം. രണ്ടാമത്തത് ഇതിന്റെ ഗ്രാഫ് വരയ്ക്കണം. രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് ആദ്യത്തെ കേസിലേക്ക് പോയി നോക്കാം. നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, f of x equal to 2 minus 3x. ഇത് മാത്രം ആലോചിച്ചാൽ പോരാ, അതിനൊപ്പമുള്ള കണ്ടീഷൻസുകൾ കൂടി എഴുതുക. x belongs to R, x greater than or equal to 0. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, എക്സിന്റെ വാല്യൂ 0 കൊടുക്കാം, 0ന്റെ മുകളിലുള്ള ഏത് വാല്യൂസും കൊടുക്കാം. ഓക്കെ, അപ്പൊ റേഞ്ച് എഴുതാൻ വേണ്ടി നമ്മൾ ആൻസർ പെട്ടെന്ന് കിട്ടാവുന്ന കേസുകൾ വരുന്ന കുറച്ച് നമ്പറുകൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ആൻസർ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റുന്ന കേസുകൾ മാത്രം ഒന്ന് എടുത്തു നോക്കുകയാണ്. അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ഒരു പൊതു സ്വഭാവം നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ഞാൻ ആദ്യം 0 അപ്ലൈ ചെയ്യണം. f of 0 equal to 2 minus 3 into 0. അതായത് 2 minus 0 വരും. ആൻസർ എന്താണ് വരിക, 2 തന്നെയാണ് ആൻസർ വരുന്നത്. അടുത്തത് f of 1 കൊടുക്കുക. 2 minus 3 into 1. 2 minus 3 ആൻസർ എന്ത് വരും, -1. f of 2 equal to 2 minus 3 into 2. 2 minus 6 which is equal to -4. ഇനി നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കൂ. നമുക്ക് കൊടുക്കാൻ പറ്റുന്നതിന്റെ ഏറ്റവും മിനിമം വാല്യൂ 0 ആണ്. 0 കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയ ആൻസർ 2 ആണ്. 0യിൽ നിന്നും ഇൻക്രീസ് ചെയ്തു 1 ആക്കി. 1 ആക്കുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക, 2 ആയിരുന്നു ഫംഗ്ഷന്റെ വാല്യൂ, അതെന്തായി, -1 ആയി. അടുത്ത നമ്മൾ 2 ആണ് എക്സിന് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്, -4 ആണ്. അപ്പോൾ ഇനി നമ്മൾ മുമ്പിലേക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്താ സംഭവിക്കുന്നത്, നെഗറ്റീവ് സെക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ പറയുന്ന ഫംഗ്ഷൻസുകളുടെ കാര്യം എടുത്ത് നോക്കിയാൽ അതിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 2 ആയിരിക്കും. ബാക്കി വാല്യൂസുകളെല്ലാം എന്തായിരിക്കും, 2വിനേക്കാൾ താഴെയായിരിക്കും ബാക്കി വാല്യൂസുകളെല്ലാം കിട്ടുന്നത്. ഞാനിത് ഇങ്ങനെ പറയാനുള്ള കാരണം x ബിലോങ്സ് ടു R ആണ്, റിയൽ നമ്പർ ആണ്. പക്ഷെ നമ്മളിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് എന്താണ്,
പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടാവുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു പൊതു കൺക്ലൂഷനിലേക്ക് എത്തുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇതിൻ്റെ ഒരു മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 2 ആയിരിക്കും. ബാക്കി വാല്യൂസുകൾ എന്താണ്? 2വിനേക്കാൾ താഴെയാണ് -1, അതിനേക്കാൾ താഴെയാണ് -4. ഇനി കൊടുത്താൽ ഇതിനേക്കാൾ താഴെയുള്ള നമ്പറെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ഫംഗ്ഷന്റെ വാല്യൂസ് എങ്ങടാ പോകുന്നത്? -ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റേഞ്ച് നമുക്ക് എങ്ങനെ എഴുതാം? റേഞ്ച് ഈക്വൽ ടു -ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. ഇതിങ്ങനെ മാക്സിമം ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏത് വരെ എത്തുകയുള്ളൂ? 2 വരെയാണ് എത്തുകയുള്ളൂ. അപ്പൊ നമുക്ക് അതിനെ ഇന്റർവെൽ ആയിട്ട് എഴുതാം. ഹാഫ് ക്ലോസ്ഡ് ഇന്റർവെൽ -ഇൻഫിനിറ്റി 2 എന്ന് പറഞ്ഞ് എഴുതാം. അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ കോമ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞു എഴുതാം. എന്താ പറഞ്ഞത്? ഇതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എഴുതാം. ഓർ it is equal to set of all x such that x belongs to r comma x less than or equal to 2. രണ്ടോ അല്ലെങ്കിൽ രണ്ടിനേക്കാൾ താഴെയുള്ള വാല്യൂസുകൾ, അങ്ങനെയും അതിനെ നമുക്ക് എന്ത് ചെയ്യാം? റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ആയി പറയുന്നു കഴിഞ്ഞു. റേഞ്ച് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. റേഞ്ച് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ എ പാർട്ട് കഴിഞ്ഞു, ബി പാർട്ടിലേക്ക് പോവാണ്. നമുക്ക് അതിന്റെ എന്ത് വരയ്ക്കണം? ഗ്രാഫ് എന്ന് പറയുന്ന ആശയം വരയ്ക്കണം. ഇതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന കാര്യം സാധാരണ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ നമ്മൾ പറഞ്ഞത് എന്താണ്? ടേബിൾ ക്രിയേറ്റ് ചെയ്യാനൊക്കെ നിൽക്കണം. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി ഇവിടെ കുറച്ച് വാല്യൂസുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ആൻസർ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, നമുക്ക് ഇതിന്റെ ഗ്രാഫിക്കൽ ഐഡിയയിലേക്ക് ഒന്ന് പോവാം. 0 1 2 3 4 1 2 3 -1 -2 -3 1 2 -1 -2 -3 -4 പോയിന്റുകളൊന്ന് അടയാളപ്പെടുത്താണ്. എങ്ങനെ ഇതിനെ പോയിന്റ് ആയിട്ട് എടുക്കുക? 0 കൊടുക്കുമ്പോൾ 2 കിട്ടുന്നു. അപ്പൊ എങ്ങനെ നമ്മൾ അടയാളപ്പെടുത്തുക? എക്സ് ആക്സിസിൽ 0 എടുക്കുക, വൈ ആക്സിസിൽ 2 എടുക്കുക. എക്സ് ആക്സിസിൽ 0, വൈ ആക്സിസിൽ 2. ഇതാണ് ആ പോയിന്റ് വരുന്നത്. ഓക്കെ, അടുത്തത് എക്സ് ആക്സിസിൽ 1 എടുക്കുക, വൈ ആക്സിസിൽ -1 എടുക്കുക. എക്സ് ആക്സിസിൽ 1 എന്ന് പറഞ്ഞാൽ ഇതാണ്, വൈ ആക്സിസിൽ -1. -1 കറസ്പോണ്ടിങ് ആയി വന്നിട്ട് എന്ത് ചെയ്യുക? പോയിന്റ് മാർക്ക് ചെയ്യുക. അടുത്തത് എക്സ് ആക്സിസിൽ 2 എടുക്കുക, വൈ ആക്സിസിൽ -4 എടുക്കുക. എക്സ് ആക്സിസിൽ 2 എന്ന് പറയുന്നതാണ്, കറസ്പോണ്ടിങ് ആയിട്ട് -4 എന്ന് പറയുന്നതിന്റെ നേരെ വരിക. എന്നിട്ട് എന്ത് ചെയ്യുക? പോയിന്റ് മാർക്ക് ചെയ്യുക. നിങ്ങൾ ഫംഗ്ഷൻ ഒബ്സർവ് ചെയ്യൂ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 2 - 3x ആണ്. ഇത് ഒരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആണ്. എക്സിന്റെ പവർ എന്ന 1 ആയിരിക്കും. എക്സിന്റെ പവർ ഒന്നും കാണാനില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിന്റെ പവർ 1 ആയിരിക്കും. അപ്പോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 - 3x ആണെങ്കിൽ അതിന്റെ ഗ്രാഫ് എന്തായിരിക്കണം? ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കണം. അപ്പൊ നമ്മൾ നമുക്ക് കിട്ടിയ പോയിന്റുകൾ നമ്മൾ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത്? ഒരു സ്ട്രൈറ്റ് ലൈനിലാണ് എന്ത് വരുന്നത്? ഈ പറയുന്ന ആശയം നമ്മൾ ജോയിൻ ചെയ്യുന്നത്. അങ്ങനെയാണ് ഒരു സ്ട്രൈറ്റ് ലൈൻ പാത്താണ് എന്ത് വരുന്നത്? നമുക്ക് ഇതിന്റെ ഗ്രാഫ് എന്ന് പറയുന്ന ആശയം കിട്ടുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. Consider the function. Consider the function. Consider the function f of x equal to root x minus 2 and g of x is equal to x plus 1 by x square minus 2x plus 1. നമുക്ക് സബ് ക്വസ്റ്റ്യൻസുകളായിട്ടാണ് ക്വസ്റ്റ്യൻ വന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡൊമൈൻ ഓഫ് എഫ്
രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ഡൊമൈൻ ഓഫ് ജി. ഡൊമൈൻ ഓഫ് ജി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എഫ് പ്ലസ് ജി ഓഫ് എക്സ്. ലാസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എഫ് മൈനസ് ജി ഓഫ് എക്സ്. ഇതിൽ നമ്മൾ എഫ് പ്ലസ് ജി ഓഫ് എക്സും എഫ് മൈനസ് ജി ഓഫ് എക്സും ഒക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി നമുക്ക് ഇവിടെ ഓരോ ചോദ്യത്തിലേക്കായിട്ട് പോവാം. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് റൂട്ട് എക്സ് മൈനസ് 2 ആണ്. ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 ആണ്. നമുക്ക് ആദ്യം എന്താ ചെയ്യാനുള്ളത്? ഫസ്റ്റ് സബ് ക്വസ്റ്റൻ എന്താണ്? ഡൊമൈൻ ഓഫ് എഫ്. എഫ് എന്ന് പറയുന്നതിന്റെ ഡൊമൈൻ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങൾ എഫ് ഓഫ് എക്സ് ഒന്ന് ഒബ്സർവ് ചെയ്യാം. എഫ് ഓഫ് എക്സ് എന്താ പറയുന്നത്? റൂട്ട് എക്സ് മൈനസ് 2. ഇത് എക്സിന് ഏത് നമ്പർ കൊടുക്കുമ്പോഴും നമുക്ക് ആൻസർ കിട്ടുമോ? കിട്ടില്ല. ഏത് നമ്പറുകൾ കൊടുക്കുമ്പോഴാണ് അത് കിട്ടാതിരിക്കുക? ഈ റൂട്ടിനകത്ത് നെഗറ്റീവ് എന്ന് പറയുന്ന കാര്യം വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആൻസർ കണ്ടെത്താൻ പറ്റില്ല. അപ്പോൾ ഏത് സിറ്റുവേഷനിലാണ് നെഗറ്റീവ് എന്ന് പറയുന്ന കേസ് വരിക? എക്സ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 2നേക്കാൾ താഴെ പോകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ആ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താവുക? നെഗറ്റീവ് ആവുക. അപ്പോൾ ഒരിക്കലും എക്സിന് 2ൽ താഴെയുള്ള വാല്യൂസ് കൊടുക്കാൻ പാടില്ല. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡൊമൈൻ എന്ന് പറയുന്ന കാര്യം പറയാം. ഡൊമൈൻ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്. നമ്മൾ പറഞ്ഞത് എന്താണ്? 2ൽ താഴെയുള്ള ഒരു നമ്പറും കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താണ്? 2ഓ അല്ലെങ്കിൽ 2ന്റെ മുകളിലേക്കുള്ളതോ ആയ ഏത് വാല്യൂവും കൊടുക്കാം എന്നാണ്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ കോമ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. എക്സിന് 2ഓ അല്ലെങ്കിൽ 2ന്റെ മുകളിലേക്കോ നമുക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അതിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ കോമ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ഓക്കെ, നമ്മുടെ ബി പാർട്ടിലേക്ക് പോവാം. ഡൊമൈൻ ഓഫ് ജി. ജി എന്ന് പറയുന്നത് കൃത്യമായി നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യാം. ഈ ജി എന്ന് പറയുന്നത് ഒരു റാഷണൽ ഫംഗ്ഷനാണ്. ഡിവിഷൻ ഫോമിൽ വരുന്ന ഒരു ഫംഗ്ഷനാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഏത് റാഷണൽ ഫംഗ്ഷൻ നമ്മൾക്ക് മുൻപിൽ ഡൊമൈൻ കാണാൻ വന്നാലും നമ്മൾ ചെയ്യേണ്ടത് ഡിനോമിനേറ്ററിനെ 0യുമായി ഇക്വേറ്റ് ചെയ്യാം. അവിടെ നിന്ന് നിങ്ങൾക്ക് എക്സിന്റെ വാല്യൂസ് കിട്ടും. ആ കിട്ടുന്ന വാല്യൂസ് റിയൽ നമ്പർ സെറ്റിൽ നിന്ന് മൈനസ് ചെയ്ത് എഴുതിയാൽ ഡൊമൈൻ എന്ന് പറയുന്ന കാര്യമായി. ഓക്കെ, ഒന്നും കൂടി ഓർമ്മയിൽ വെക്കാം. ഏത് റാഷണൽ ഫംഗ്ഷൻ വന്നാലും ഡിനോമിനേറ്ററിനെ 0യിലേക്ക് ഇക്വേറ്റ് ചെയ്യുക. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അത് റിയൽ നമ്പർ സെറ്റിൽ നിന്നും മൈനസ് ചെയ്യുക. നമുക്ക് ഇവിടുത്തെ കാര്യം ഒന്ന് ചെയ്ത് നോക്കാം. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഡിനോമിനേറ്ററിനെ ഞാൻ 0നോട് ഇക്വേറ്റ് ചെയ്യാണ്. എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 ഈക്വൽ ടു 0. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. അപ്പോൾ എക്സിന് എത്ര സൊല്യൂഷൻ ഉണ്ടായിരിക്കും? 2 സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ഇത് നമുക്ക് 2 രീതിയിൽ കണ്ടുപിടിക്കാം. ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉണ്ട്, അല്ലെങ്കിൽ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഓൾ ഡിവൈഡഡ് ബൈ 2a. ആ ഫോർമുല ഉപയോഗിച്ചിട്ടും നമുക്ക് കണ്ടെത്താം. നമ്മളിവിടെ ഫാക്ടറൈസേഷൻ ഐഡിയയിലൂടെയാണ് നമ്മൾ കണക്ട് ചെയ്തിട്ട് പോവുക. ഇതിന്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞെടുക്കാം. സംശയം ഉണ്ടെങ്കിൽ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കൂ നിങ്ങൾ. എക്സ് സ്ക്വയർ 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1 എന്ത് വരും? മൈനസ് 2x. മൈനസ് 1 എന്ന് പറയുന്നതിന്റെ സ്ക്വയർ എന്ത് വരും? 1 വരും. അപ്പൊ ശരിക്കും ഇതിന്റെ എക്സ്പാൻഡഡ് ഫോമാണ് നമ്മൾ കിടക്കുന്നത്. പക്ഷെ നമുക്ക് ഇങ്ങോട്ട് കണക്ട് ചെയ്യാൻ പഠിക്കണം. അപ്പൊ ഇതിനെ ഞാൻ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ് എഴുതാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? ഇത് ഹോൾ ചെയ്യപ്പോഴാണ് എക്സ് എന്ന് പറയുന്നതിന്റെ വാല്യൂ 1 ആകുമ്പോഴാണ്. ഞാൻ പറഞ്ഞ നേരത്തെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. 2 വാല്യൂ ഉണ്ട് പറഞ്ഞു. പക്ഷെ ഞാൻ അവിടെ ഒന്നല്ലേ എഴുതിയിട്ടുള്ളൂ. 2 വാല്യൂ ഉണ്ട്. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്താ? 2 വാല്യൂവും സെയിം ആണ്.
സെയിം ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മൈനസ് ചെയ്യേണ്ടത് എന്ത് മാത്രമേ ഉള്ളൂ? ഒരു വാല്യൂ മാത്രമേ മൈനസ് ചെയ്യാനായിട്ട് വരുള്ളൂ. അതായത് ഡൊമൈൻ എന്ന് പറയുന്ന കാര്യം, ഡൊമൈൻ ഓഫ് ജി എന്ന് പറയുന്നത് റിയൽ നമ്പർ സെറ്റ് മൈനസ് സെറ്റ് 1. സെറ്റിനകത്ത് റിപ്പീറ്റേഷൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും ഇതിന്റെ സൊല്യൂഷൻ എന്തുണ്ട്? എക്സ് എന്ന് പറയുന്നത് 1 ഉണ്ട്, വീണ്ടും ഒരു 1 കൂടി ഉണ്ട്. പക്ഷെ 2 1കൾ നമുക്ക് സെറ്റിനകത്ത് എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്താ എഴുതിയത്? ഒരു നമ്പർ മാത്രം നമ്മൾ മൈനസ് ചെയ്തു. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവുകയാണ്. അപ്പൊ നമ്മൾ എ പാർട്ടും പറഞ്ഞു കഴിഞ്ഞു, ബി പാർട്ടും പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഏതാണുള്ളത്? സി എന്ന് പറയുന്ന പാർട്ടാണ്. ഇത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇനി ഞാൻ പറഞ്ഞു തരേണ്ടതില്ല. നമ്മൾ മുൻപ് എങ്ങനെയാണോ ചെയ്തത് അതേ രീതിയിൽ ഇത് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പൊ സി പാർട്ട് എന്ന് പറയുന്നത് എഫ് പ്ലസ് ജി ഓഫ് എക്സ്. എങ്ങനെ നമ്മൾ പഠിച്ചത്? എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് which is equal to f of x എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് എക്സ് മൈനസ് 2 പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1. ഇതിനെ വേറെ സിംപ്ലിഫിക്കേഷൻസ് ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് അങ്ങനെ എഴുതി അവിടെ വെച്ചാൽ മതി. ലാസ്റ്റ് വൺ, എഫ് മൈനസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു f of x minus g of x plus 1 divided by x square minus 2x plus 1. ഇത് നമ്മൾ സിംപ്ലിഫിക്കേഷൻസ് എന്ന് പറയുന്ന ആശയത്തിലേക്ക് പോകണ്ട, എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് അങ്ങനെ എഴുതി വെച്ചാൽ മതി. ഓക്കെ, കാരണം വെയിറ്റേജ് നോക്കുക, നിങ്ങൾ ഒരു മാർക്കാണ് ഇതിനൊക്കെ വെയിറ്റേജ് ഉള്ളൂ, അതുകൊണ്ട് ജസ്റ്റ് എഴുതി വെച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ എല്ലാ സബ് ക്വസ്റ്റ്യൻസുകളും നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു? അവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. Fifth question. Consider the real function. Consider the real function. Consider the real function. F of x is equal to x square plus 2x plus 3 divided by plus 12. രണ്ട് സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്നാമത്തത്, ഫൈൻഡ് ദ ഡൊമൈൻ ഓഫ് എഫ്. ഫൈൻഡ് ദ ഡൊമൈൻ ഓഫ് എഫ്. രണ്ടാമത്തെ ചോദ്യം, find the value of x if f of x equal to 1. If f of x equal to 1. നമുക്ക് ഇവിടെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എന്താണ് ഫംഗ്ഷൻ? x square plus 2x plus 3 divided by x square minus 8x plus 12. ഫസ്റ്റ് നമുക്ക് ഡൊമൈൻ കണ്ടുപിടിക്കണം. ഇത് ശരിക്കും എന്താണ്? റാഷണൽ ഫോമിലല്ലേ ഇതിൽ നിൽക്കുന്നത്? റാഷണൽ ഫോമിലാണെങ്കിൽ എ പാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഡിനോമിനേറ്ററിനെ 0 ഇക്വേറ്റ് ചെയ്യുക. ഡിനോമിനേറ്ററിനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 12 ഈക്വൽ ടു 0. നിങ്ങൾക്ക് ഫോർമുല ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫാക്ടറൈസ് ചെയ്യാം. ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് പോകുമ്പോൾ രണ്ട് നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് 12 കിട്ടണം, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -8 കിട്ടണം. അങ്ങനെ വരുന്ന രണ്ട് നമ്പറുകൾ ഏതൊക്കെയാണ്? 6ഉം 2 ആണ്. 12 എന്ന് പറയുന്ന ആശയം കിട്ടുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഓർമ്മയിലേക്ക് വരും. അപ്പൊ നമ്മൾ ഇതിനെ ഒന്ന് ഫാക്ടറൈസേഷൻ ആശയത്തിൽ ചെയ്യാണ്. x മൈനസ് 6 ഇൻറ്റു എക്സ് മൈനസ് 2 ഈക്വൽ ടു 0. -6ഉം -2ഉം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ +12. ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -8. അപ്പോൾ ഇത് ഈക്വലൈസ് ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ x എന്ന് പറയുന്നതിന് നമുക്ക് രണ്ട് വാല്യൂ കിട്ടും. ഒരു വാല്യൂ 6 ആയിരിക്കും, മറ്റേ വാല്യൂ എന്തായിരിക്കും? 2 ആയിരിക്കും. കാരണം ഇത് പ്ലസ് 0 ആവാൻ നോക്കിയാൽ മതി. ഇവിടെ 6 വന്നു കഴിഞ്ഞാൽ ഇത് 0, ഇവിടെ 2 വന്നു കഴിഞ്ഞാൽ ഇത് 0. ഓക്കെ, അപ്പോൾ ആ രണ്ട് കേസുകളാണ് നമ്മൾ അവിടെ എന്തായിട്ട് എടുക്കേണ്ടത്? എക്സിന്റെ വാല്യൂസ് ആയിട്ട് എടുക്കേണ്ടത്. നിങ്ങൾ ഫോർമുല ഉപയോഗിച്ച് ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? 2ഉം 6ഉം തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഡൊമൈൻ എന്ന് പറയുന്ന കാര്യം,
ഡൊമൈൻ ഈക്വൽ ടു റിയൽ നമ്പർ സെറ്റ് മൈനസ് സെറ്റ് 2 6 2 6 എന്ന് പറയുന്ന രണ്ട് എലമെന്റുകളെ നമ്മൾ റിയൽ നമ്പർ സെറ്റിൽ നിന്ന് മൈനസ് ചെയ്തു. അപ്പോൾ അതിന്റെ ഡൊമൈൻ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആണെങ്കിൽ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 12 ഈക്വൽ ടു 1. എഫ് ഓഫ് എക്സിന് പകരം നമ്മൾക്ക് തന്നത് അവിടെ ഞാൻ കൊണ്ട് അപ്ലൈ ചെയ്തു. ഇത് ഡിവിഷൻ അല്ലേ, അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? അതേ ടേമുകൾ തന്നെയാണ് എക്സിസ്റ്റ് ചെയ്യുക. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3 ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 12. രണ്ട് വശത്തും എക്സ് സ്ക്വയർ കാണാം, രണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി ഇവിടെ 2x ഉണ്ട്, അത് അതുപോലെ ഇതുണ്ട്. മൈനസ് 8x അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ പ്ലസ് 8x ഈക്വൽ ടു പ്ലസ് 12 ഉണ്ട്, അതുപോലെ നമ്മൾ താഴേക്ക് ഇറക്കി എഴുതി. പ്ലസ് 3 നമ്മൾ പോകുമ്പോൾ എന്താവുന്നത്? മൈനസ് 3. 12 മൈനസ് 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 ആണ്. അതായത് 10x എന്ന് പറയുന്നത് 9 ആണ്. x എന്ന് പറയുന്നത് 9/10. അപ്പൊ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 9/10 ആയിരിക്കും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പല കുട്ടികളും ചെയ്യാറുള്ളത് എഫ് ഓഫ് 1 എന്ന് പറയുന്ന ആശയം കാണാൻ വേണ്ടി. എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിന് 1 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുമ്പോൾ ഫംഗ്ഷന് കിട്ടുന്ന വാല്യൂ ആണ് എഫ് ഓഫ് 1 എന്ന് പറയുന്ന കാര്യം. ഇവിടെ ചോദ്യം എന്താണ്? എഫ് ഓഫ് എക്സ് ആണ് 1 ആവേണ്ടത്. അപ്പോൾ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? രണ്ട് ചോദ്യങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. അതൊന്നും നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. Find the domain. Find the domain of the function. Find the domain of the function f of x equal to x square plus 3x plus 5 divided by x square minus 5x plus 4. ക്വസ്റ്റ്യൻ കണ്ട വഴിക്ക് തന്നെ നിങ്ങൾ ഒരു കാര്യം ഓർമ്മയിൽ വെക്കുക, ഇത് റാഷണൽ ഫംഗ്ഷൻ ആണ്. റാഷണൽ ഫംഗ്ഷൻ വന്നാൽ ഡൊമൈൻ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ ഈക്വൽ ടു 0. അതായത് എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 4 ഈക്വൽ ടു 0. ഇതിനെ നമുക്ക് എങ്ങനെ പറയാം? എക്സ് മൈനസ് 4 ഇൻറ്റു എക്സ് മൈനസ് 1 ഈക്വൽ ടു 0. ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടുക? നിങ്ങൾക്ക് പ്ലസ് 4 ആണ് കിട്ടുക. രണ്ടും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ മൈനസ് 5 ആണ് കിട്ടുക. അപ്പോൾ ഇത് ഫാക്ടറൈസേഷൻ ഐഡിയയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ എക്സിന് ഏതൊക്കെ വാല്യൂസ് കിട്ടുക? എക്സ് എന്ന് പറയുന്നതിന് 4 കിട്ടാം, അതേപോലെ എന്ത് കിട്ടാം? 1 എന്ന് പറയുന്ന വാല്യൂ കിട്ടാം. അങ്ങനെയാണെങ്കിൽ ഡൊമൈൻ എന്ന് പറയുന്നത് റിയൽ നമ്പർ സെറ്റ് മൈനസ് സെറ്റ് 1 4. അപ്പൊ അതിന്റെ ഡൊമൈൻ എന്ന് പറയുന്ന കാര്യം നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു? കണ്ടെത്തൽ കഴിഞ്ഞു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. Seventh one, the domain of the function f of x equal to 1 by x minus 1 is dash. ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണത്. ഇത് റാഷണൽ ഫംഗ്ഷൻ അല്ലേ? അപ്പൊ ഡിനോമിനേറ്റർ എപ്പോഴാണ് 0 ആവാൻ ആലോചിച്ചാൽ മതി. എപ്പോഴാണ് ഡിനോമിനേറ്റർ 0 ആവുക? എക്സ് മൈനസ് 1 0 ആകുമ്പോഴല്ലേ. എക്സ് മൈനസ് 1 0 ആവണമെങ്കിൽ എക്സ് എന്താവണം? 1 ആയിരിക്കണം. ആ കിട്ടിയ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക? റിയൽ നമ്പർ സെറ്റിൽ നിന്നും
മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇതിന്റെ ഡൊമൈൻ എന്ന് പറയുന്ന കാര്യം എന്താ എഴുതാം? R മൈനസ് സെറ്റ് 1. കാരണം 1 കൊടുക്കുമ്പോൾ മാത്രമാണ് ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ലാതെ വരുന്നത്. ആ ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു പറയുന്ന നമ്പറിനെ നമ്മൾ റിയൽ നമ്പർ സെറ്റിൽ നിന്നും മൈനസ് ചെയ്ത് എഴുതി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. Eighth question. Consider a real valued function. Consider a real valued function. Consider a real valued function. F of x equal to x minus 3 by x square minus x minus 6. Find the domain. Find the domain of f of x. Find the domain of f of x. ഇവിടെ എന്താണ് ചോദ്യം പറഞ്ഞിരിക്കുന്നത്? ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അതിന്റെ ഡൊമൈൻ കാണണം. ഫംഗ്ഷൻ എന്താണ്? റാഷണൽ ഫംഗ്ഷൻ ആണ്. ഇനി വേറെ ഒന്നും ചിന്തിക്കാനില്ല. എന്താണ്? ഡിനോമിനേറ്ററിനെ 0യുമായി ട്വീറ്റ് ചെയ്യുക. നമുക്ക് പെട്ടെന്ന് 6 കിട്ടുന്നത് ഓർമ്മയിൽ വരെ ഏതാണ്? 3 × 2 കിട്ടുക. അപ്പൊ നമ്മൾ അതിനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാം, x മൈനസ് 3 × x മൈനസ് 2 = 0 എന്ന് പറഞ്ഞാൽ എഴുതുക. ഇതൊന്ന് ഈക്വലൈസ് ചെയ്തോ നോക്കണം. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ +6 ആണ് കിട്ടുക. പക്ഷെ നമുക്ക് എന്താ കിട്ടേണ്ടത്? -6 ആണ് കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്നിന്റെ സിമ്പിൾ മാറ്റണം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നിങ്ങൾ എക്സിന്റെ കോഎഫിഷ്യന്റ് അതിന്റെ സിമ്പിൾ നോക്കുക. ഇവിടെ മൈനസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ എഴുതിയിരിക്കുന്ന നമ്പറിൽ വലിയ നമ്പർ ഏതാണോ അതിന് എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ അതേ സിമ്പിൾ നിലനിർത്താം. ഇവിടെ മൈനസ് ആണ്, അതുകൊണ്ട് 3നെ എന്തുകൊണ്ട് നിലനിർത്തുകയാണ്? ഞാൻ മൈനസ് നിലനിർത്താണ്, എന്താക്കി മാറ്റിയാണ്? പ്ലസ് ആക്കി മാറ്റിയാണ്. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഈക്വലൈസ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് എക്സിന് കിട്ടാൻ സാധ്യതയുള്ള വാല്യൂസ് 3 - 3 0 വരാം, അല്ലെങ്കിൽ -2 + 2 എന്ന് പറഞ്ഞ ആശയത്തിൽ 0 വരാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് റിയൽ നമ്പർ സെറ്റിൽ നിന്നും 3യും -2ഉം മാറ്റി നിർത്തിയതിന് ഈക്വൽ ആയിരിക്കും. ഇങ്ങനെയാണ് ഇവിടുത്തെ കേസിൽ എന്ത് ചെയ്യേണ്ടത്? ഡൊമൈൻ എന്ന് പറയുന്ന ആശയം നമ്മൾ കണ്ടെത്തേണ്ടത്. നമ്മൾ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവുകയാണ്. Ninth question. Let g of x equal to 2 minus 3x, comma x belongs to R, comma x greater than 0, and h of x equal to x square minus 3x plus 2, comma x belongs to R. Be two functions find ഒന്നാമത്തെ ചോദ്യം വരുന്നത് the range of g of x, the range of g of x. രണ്ടാമത്തെ ചോദ്യം the domain of g of x by h of x. രണ്ട് ചോദ്യമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. g of x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, h of x എന്ന് പറയുന്ന മറ്റൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് g of x ന്റെ എന്ത് കണ്ടുപിടിക്കണം? റേഞ്ച് കണ്ടുപിടിക്കണം. അപ്പോൾ g of x എന്ന് പറയുന്നത് എന്താ തന്നിരിക്കുന്നത്? 2 - 3x, x belongs to R, x greater than 0. ഇതേ ചോദ്യം മുൻപേ ഒരു കേസിൽ നമ്മൾ പറഞ്ഞിരുന്നു. അവിടെയും ഇവിടെയും തമ്മിലുള്ള വ്യത്യാസം എന്താ? അവിടെ x greater than or equal to 0 ഉണ്ടായിരുന്നു. ഇവിടെ എന്തില്ല? ഈക്വൽ ടു ഇല്ല. ഈക്വൽ ടു ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0 അപ്ലൈ ചെയ്യാൻ പറ്റില്ല. 0 അപ്ലൈ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ നെക്സ്റ്റ് നമ്മൾ പെട്ടെന്ന് വാല്യൂ കിട്ടാൻ എന്താ ചെയ്യുക? 1 അപ്ലൈ ചെയ്യും, 2 അപ്ലൈ ചെയ്യും, 3 അപ്ലൈ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ട് പോവുക. പക്ഷെ നമുക്കിവിടെ ഒരു ബൗണ്ടറി, കഴിഞ്ഞ ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞു അത് -∞ പോവുക എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. സെയിം ചോദ്യം തന്നെ. അവിടെ നമ്മൾ 0 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 2 ആണ്.
അപ്പൊ ഇവിടെയും നമ്മൾ 0 ശരിക്കും കൊടുക്കാൻ പാടില്ല. പക്ഷെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? g of 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 minus 3 into 0. 3 into 0 ഇത് 0 ആണ്. അതായത് 2 minus 0 എന്ന് പറഞ്ഞാൽ എത്രയാണ് ആൻസർ വരിക? 2 ആണ് വരിക. g of 1 എന്ന് പറഞ്ഞ കാര്യം ചെയ്താൽ 2 minus 3 into 1 2 minus 3 വരും. ആൻസർ എന്താ വരിക? -1 ആണ് വരിക. g of 2 ചെയ്തു കഴിഞ്ഞാൽ 2 minus 3 into 2 2 minus 6 ആണ് വരിക. അതായത് -4 ആണ് വരിക. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് −ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. നമുക്ക് വേണ്ട എന്താണ്? ഇതിന്റെ റേഞ്ച് എഴുതണം. റേഞ്ച് എഴുതണം എന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് എന്ത് വേണം? ഇതിനൊരു മാക്സിമം വാല്യൂ ഉണ്ടോ എന്നുള്ള ആശയത്തിലേക്ക് എത്തണ്ടേ? ആ മാക്സിമം വാല്യൂ ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ്? ഈ 0 എന്ന് പറയുന്ന കാര്യം കൊടുക്കുമ്പോൾ 2 ആണ് കിട്ടുന്നത്. പക്ഷെ ഈ 2നെ നമ്മൾ എന്ത് ചെയ്യുക? ഉൾപ്പെടുത്താതിരിക്കുക. അപ്പൊ എങ്ങനെയാണ് അതിന്റെ റേഞ്ച് എഴുതുക എന്ന് ചോദിച്ചാൽ റേഞ്ച് ഈസ് ഈക്വൽ ടു -ഇൻഫിനിറ്റി സൈഡ് എപ്പോഴും എന്തായിരിക്കും? ഓപ്പൺ ആയിരിക്കും. കോമ 2 എന്ന് പറയുന്ന കാര്യം ഞാൻ എഴുതുകയാണ്, പക്ഷെ അതിനെ ഉൾപ്പെടുത്തുന്നില്ല. അപ്പൊ എന്താ കിട്ടുക? ഓപ്പൺ ഇന്റർവെൽ -ഇൻഫിനിറ്റി, 2 ആണ് എന്ത് വരിക? ഇതിന്റെ ആൻസർ വരിക. മുൻപേ ചെയ്തപ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം എന്തായിരുന്നു? അവിടെ f(x) = എന്ന് പറഞ്ഞാണ് നമ്മൾ എഴുതിയിരുന്നത്. അവിടെ റേഞ്ച് എഴുതിയപ്പോൾ എന്താ സംഭവിച്ചത്? ഹാഫ് ക്ലോസ്ഡ് ആണ് വന്നത്. ആദ്യത്തത് -ഇൻഫിനിറ്റി, അത് ഓപ്പൺ ആയിരുന്നു. അത് അവിടെയും അങ്ങനെ തന്നെയാണ്. ഇവിടെ 2 എന്ന് പറയുന്നത് ഓപ്പൺ ആണ്, പക്ഷെ ആ ചോദ്യത്തിൽ 2 എന്ന് പറയുന്നത് എന്താണ്? ക്ലോസ്ഡ് ആണ്. ഇതാണ് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് റേഞ്ച് എന്ന് പറയുന്ന കാര്യം കണ്ടെത്താൻ കഴിയും. ഇനി രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് പറയുന്നത്? ഡൊമൈൻ ഓഫ് g of x by h of x. g of x by h of x. ഈ g of x എന്ന് പറഞ്ഞാൽ എന്താണ്? 2 minus 3x. h of x എന്ന് പറഞ്ഞാലോ x² minus 3x plus 2. അപ്പോൾ നോക്കൂ, നിങ്ങൾ അത് എന്തായി? റാഷണൽ ഫംഗ്ഷൻ ആയിട്ട് മാറി. ഇത് റാഷണൽ ഫംഗ്ഷൻ ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഡൊമൈൻ കാണാൻ ഡിനോമിനേറ്ററിനെ 0 ട്രീറ്റ് ചെയ്യുക. അതായത് x - 2 into x - 1 = 0. -2 into -1 എന്താ വരുന്നത്? +2 ആണ്. -2ഉം -1ഉം ആഡ് ചെയ്താൽ കിട്ടുന്നത് -3 ആണ്. അപ്പോൾ ഈക്വലൈസ് ചെയ്ത് കിടക്കുന്നുണ്ട് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ x ന്റെ വാല്യൂ 2ഉം വരാം 1ഉം വരാം. അങ്ങനെയാണെങ്കിൽ ഡൊമൈൻ എന്ന് പറയുന്നത് റിയൽ നമ്പർ സെറ്റ് മൈനസ് സെറ്റ് 2 1. സെറ്റ് 1 2 എന്ന് പറഞ്ഞ് എഴുതാം, സെറ്റ് 2 1 എന്ന് പറഞ്ഞ് എഴുതാം കേട്ടോ. അത് ഓർഡർ എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഡൊമൈൻ എന്ന് പറയുന്നത് അപ്പോൾ എന്ത് കിട്ടും? r - സെറ്റ് 2 1 എന്ന് പറഞ്ഞ് കിട്ടും. നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. 10th one. Consider the real function. Consider the real function. Consider the real function f of x equal to x plus 2 by x minus 2. Now those things, find the domain, find the domain and the range of f of x. Second question, prove that f of x into f of minus x plus f of 0 equal to 0. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് എന്താ? ഇതൊരു റിയൽ ഫംഗ്ഷൻ ആണ്, ഇതൊരു റാഷണൽ ഫംഗ്ഷൻ പോലെയാണ് നിലനിൽക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ഡൊമൈൻ കാണാം. ഡൊമൈൻ ഈക്വൽ ടു പ്ലസ് 0 ആവുക. എക്സിന് 2 അപ്ലൈ ചെയ്യുമ്പോഴാണ് ഇത് 0 ആവുക. അപ്പൊ എന്ത് ചെയ്താൽ മതി? റിയൽ നമ്പർ സെറ്റിൽ നിന്ന് 2 മൈനസ് ചെയ്താൽ എന്തായി? ഡൊമൈൻ എന്ന് പറയുന്ന ആശയം. അപ്പൊ നമുക്കിവിടെ എന്ത് പറയാം? ഡൊമൈൻ ഈക്വൽ ടു r മൈനസ് സെറ്റ് 2. ഈ റേഞ്ച് എന്ന് പറഞ്ഞ കാര്യം ഇത്തരം കേസുകളിൽ, ഡിവിഷൻ വരുന്ന കേസുകളിൽ റേഞ്ച് കണ്ടെത്താൻ വേണ്ടി ചോദിച്ചാൽ നമ്മൾ ചെയ്യുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത് f of x എന്ന് പറയുന്നതിനെ y എന്ന് പറഞ്ഞെടുക്കുക. f of x എന്ന് പറയുന്നതിനെ y എന്ന് പറഞ്ഞെടുക്കുക. അതായത് ഇതിന്റെ അർത്ഥം എന്താ?
എക്സ് പ്ലസ് 2 ബൈ എക്സ് മൈനസ് 2 എന്ന് പറയുന്നത് y ആയിരിക്കും. ഇവിടെ നമുക്ക് എന്ത് പറയാം, എക്സ് പ്ലസ് 2 എന്ന് പറയുന്നത് y ഇൻറ്റു എക്സ് മൈനസ് 2 ആയിരിക്കും. അതായത് എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു വൈ എക്സ് മൈനസ് 2y ആയിരിക്കും. എക്സ് മൈനസ് വൈ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 2y മൈനസ് 2 ചെയ്തിരിക്കുന്നതാണ്. എക്സ് അതുപോലെ ഇറക്കി എഴുതിയിട്ടുണ്ട്. പ്ലസ് വൈ എക്സ് പുറത്തി കൊണ്ടുവന്നാൽ മൈനസ് വൈ എക്സ് ആവും. മൈനസ് 2y അതുപോലെ ഇറക്കി എഴുതി പ്ലസ് 2 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും, മൈനസ് 2 ആയിരിക്കും. ഇവിടെ എക്സ് എന്ന് പറയുന്നത് കോമൺ ആണ്. അപ്പൊ എക്സ് കോമൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക, എക്സ് ഇൻറ്റു 1 മൈനസ് വൈ. വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. എങ്ങനെ ചെക്ക് ചെയ്യാം, എക്സ് ഇൻറ്റു 1 എക്സ് തന്നെയാണ്. എക്സ് ഇൻറ്റു മൈനസ് വൈ മൈനസ് എക്സ് വൈ അല്ലെങ്കിൽ മൈനസ് വൈ എക്സ്. അപ്പോൾ ഈക്വലൈസ് ചെയ്ത് നിൽക്കുമ്പോൾ മൈനസ് 2y മൈനസ് 2, അതായത് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 2y മൈനസ് 2 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1 മൈനസ് y. നമ്മൾ എന്താ ചെയ്തത്, ശരിക്ക് എഫ് ഓഫ് എക്സ് വൈ ആണെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് നമ്മൾ എക്സ് കണ്ടെത്തി. ഈ എക്സ് കണ്ടെത്തുമ്പോഴും അതൊരു റാഷണൽ പാർട്ടാണ് കിട്ടുക. ഇവിടെ നിങ്ങൾ റേഞ്ച് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ റാഷണൽ പാർട്ടിന്റെ ഡിനോമിനേറ്റർ എപ്പോഴാണ് 0 ആവുക, എപ്പോഴാണ് 0 ആവുക, y 1 ആകുമ്പോഴാണ് 0 ആവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് റേഞ്ച് എന്ന് പറയുന്നത് റിയൽ നമ്പർ സെറ്റിൽ നിന്ന് മൈനസ് ചെയ്യാം, 1 മൈനസ് ചെയ്യാം. അപ്പൊ അത് കണക്ട് ചെയ്തിട്ടുള്ള ലോജിക് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. റാഷണൽ പാർട്ടിൽ അല്ലെങ്കിൽ റാഷണൽ ഫോമിൽ വരുന്ന ഒരു ഫംഗ്ഷന്റെ റേഞ്ച് കണ്ടുപിടിക്കാൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ y ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അവിടെ നിന്നും നമ്മൾ എക്സ് എന്ന് പറയുന്ന ആശയം കണ്ടെത്തുക. എക്സ് കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് എന്താണ്, എക്സ് എന്ന് പറയുന്നതും റാഷണൽ ഫോമിലാണ് കിട്ടുക. അത് എപ്പോഴാണ് ഡിഫൈൻഡ് അല്ലാതെ വരുന്നത്, അതായത് ഡിനോമിനേറ്റർ എപ്പോഴാണ് 0 വരുന്നത് എന്ന് നോക്കുക. ഡിനോമിനേറ്റർ 0 വരുന്നത് എപ്പോഴാണ്, ഇവിടെ 1 കിട്ടുമ്പോഴാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, റേഞ്ച് എഴുതുമ്പോൾ റിയൽ നമ്പർ സെറ്റിൽ നിന്ന് 1 എന്ന് പറയുന്ന കാര്യം എന്ത് ചെയ്തു, നമ്മളവിടെ മൈനസ് ചെയ്ത് എഴുതി. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് സബ് ക്വസ്റ്റിന്റെ ആൻസർ നമ്മൾ പറയുകയുള്ളൂ. ഇനി നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് ഒന്ന് പോവാം. എന്താണ് പറയുന്നത്, എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് മൈനസ് എക്സ് പ്ലസ് എഫ് ഓഫ് 0 ചെയ്താൽ ആൻസർ എന്ത് കിട്ടണം, 0 കിട്ടണം. ഓക്കെ, നമുക്കെന്താ ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് മൈനസ് എക്സ് പ്ലസ് എഫ് ഓഫ് 0 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് പ്ലസ് 2 ബൈ എക്സ് മൈനസ് 2 ഇൻറ്റു എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സിന് പകരം മൈനസ് എക്സ് കൊടുക്കുക. അപ്പൊ നമുക്ക് ഈ ഫംഗ്ഷൻ എങ്ങനെ എഴുതാം, മൈനസ് എക്സ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ മൈനസ് എക്സ് മൈനസ് 2. എക്സിന് പകരം ഞാൻ എന്താ എഴുതിയിട്ടുണ്ട്, മൈനസ് എക്സുകൾ എഴുതിയിട്ടുണ്ട്. പ്ലസ് എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സിന് 0 കൊടുക്കുക. എക്സിന് 0 കൊടുത്താൽ എന്താ സംഭവിക്കുക, 0 പ്ലസ് 2 എന്താവും, 2 ആയിരിക്കും. ഡിവൈഡഡ് ബൈ 0 മൈനസ് 2 എന്തായിരിക്കും, മൈനസ് 2 ആയിരിക്കും. which is equal to x plus 2 by x minus 2 into ഇതിൽ പോസിറ്റീവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എഴുതിയാൽ ഈ പറഞ്ഞ കാര്യത്തിന് നമുക്ക് എന്ത് എഴുതാം, 2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എഴുതാം. 2 പോസിറ്റീവ് ആണ്, അതുകൊണ്ട് ഞാൻ 2 ആദ്യം എഴുതി. മൈനസ് എക്സ് എന്ന് പറഞ്ഞാലും അതുപോലെ എഴുതിയിട്ടുണ്ട്. ഡിവൈഡ് ബൈ ഇവിടെ കോമൺ ആയിട്ട് മൈനസ് ഉണ്ട്, മൈനസ് പുറത്ത് നിർത്തി കഴിഞ്ഞാൽ അത് എന്തായി, മൈനസ് ഓഫ് എക്സ് പ്ലസ് 2. 2 ബൈ മൈനസ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്, മൈനസ് 1 ആണ് വരുന്നത്. നിങ്ങൾ നോക്കേണ്ടത് ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണ്, മുകളിലും താഴെ ഒരേ ടേമുകൾ വരുന്നതൊക്കെ ക്യാൻസൽ ചെയ്യാം. എക്സ് പ്ലസ് 2 ക്യാൻസൽ ചെയ്യാം, ഇവിടെ എക്സ് പ്ലസ് 2 ക്യാൻസൽ ചെയ്യാം. ഈ മൈനസ് മുകളിലേക്ക് അപ്ലൈ ചെയ്താൽ 2 മൈനസ് എക്സ് എന്ന് പറയുന്നത് നേരെ തിരിഞ്ഞു വരും. എന്തായിട്ട് മാറും, എക്സ് മൈനസ് 2 ആയിട്ട് മാറും. അപ്പോൾ ഈ മൈനസ് മുകളിലേക്ക് അപ്ലൈ ചെയ്താൽ അത് എക്സ് മൈനസ് 2 ആണ്, താഴെ എന്ത് തന്നെയാണ്, എക്സ് മൈനസ് 2 തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ മൈനസ് കൂടി അപ്ലൈ ചെയ്താൽ ഈ പറയുന്ന പാർട്ട് എന്താ വരിക, 1 ആണ് വരിക. അപ്പുറത്തോ മൈനസ് 1. അപ്പോൾ നമുക്ക് ആൻസർ എന്താ വരിക, 0 എന്ന് പറയുന്ന ആൻസർ ആണ് വരുന്നത്. ഈ മോഡലൊക്കെ വളരെ റെയർ ആയിട്ട് വരാറുള്ളൂ, പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ വന്നു കഴിഞ്ഞതാണ്. അതുകൊണ്ടാണ് നമ്മളിതൊന്ന് ഡിസ്കസ് ചെയ്തത്. അതുകൊണ്ടാണ് ഇതിനെ ലാസ്റ്റ് പൊസിഷനിലേക്ക് തള്ളി നീക്കി നമ്മൾ പറയുകയും ചെയ്തത്. അപ്പോൾ നമ്മുടെ റിലേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾക്ക് പഠിക്കാൻ വരുന്ന വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ 1-2 വീഡിയോകളിലായിട്ട് നമ്മൾ പറഞ്ഞ് മുമ്പിലേക്ക് പോയത്. എന്തായാലും ഇത്ര ക്വസ്റ്റ്യൻസുകളാണ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ടത്.
പ്രത്യേകിച്ച് ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കാവുന്നതും അതുപോലെ തന്നെ റിലേഷനെ റോസ്റ്റർ ഫോമിലേക്ക് ആക്കാവുന്നതും കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് കണ്ടെത്തുക എന്ന് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ആണ് നിങ്ങൾ ഇതിലെ മെയിനായിട്ട്. ഇതിൽ നിന്ന് വീണ്ടും ഒരു സെലക്ഷൻ നടത്തുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, സെലക്ഷൻ നടത്തുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസുകളൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്നുള്ള മാക്സിമം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ യാതൊരു തർക്കമില്ലാത്ത ഒരു കാര്യമാണ്. അപ്പം നമ്മൾ എന്തായാലും ഈ ചാപ്റ്റർ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസുകളെല്ലാം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ചോദ്യങ്ങളെല്ലാം റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. റിപ്പീറ്റ് ചെയ്ത് പഠിച്ചാൽ ഇതിലെ മാക്സിമം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്.